നമസ്കാരം. ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്നത്തെ വീഡിയോ ഒരാളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതല്ല. ഞാൻ ഒരുപാട് ആലോചിച്ചു. എനിക്ക് ഈ ഒരു മെസ്സേജ് വന്നിട്ട് 1-2 ദിവസമായി. അപ്പം അത് ഒരു നന്ദി പറഞ്ഞ് ഒഴിയേണ്ടതായിട്ടില്ലത്. അതായത് ഞാൻ പറയാറുണ്ട്, ഇത് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു വീട്ടിൽ എൻ്റെ പരദേവതകൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് 250 വർഷത്തിലധികം പഴക്കമുള്ള എൻ്റെ തറവാട്ടിൽ ഉള്ള മൂർത്തികളെ തന്നെ ഞാൻ സ്വയം ആവാഹിച്ച് കാര്യങ്ങൾ ചെയ്ത് ലാലൂർ, ലാലൂർ എന്ന് പറയുന്നത് എൻ്റെ തറവാട്ട് പേരല്ല, എൻ്റെ തറവാട് തെക്കേടത്താണ്. ലാലൂർ എന്ന പേരായിട്ടുള്ള ദേശത്തിൻ്റെ ഒരു ചൈതന്യമായിട്ട് വളർത്താനായിട്ടാണ് ഞാൻ ലാലൂർ ദേവസ്ഥാനം എന്നുള്ള പേരിൽ ഈ ഒരു ക്ഷേത്രം എന്ന് പറയാം, ഇപ്പോൾ ക്ഷേത്രം എന്ന് പറയാവുന്ന രീതിയിലേക്ക് ആയി. അതിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ആവാഹിച്ച മൂർത്തികളെ കൊണ്ടുവന്നു. അത് എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മാമൻ്റെ മക്കളുടെ, എൻ്റെ തറവാട്ടിൽ എൻ്റെ മാമൻ്റെയൊക്കെ മക്കളുടെ ഒരു സുനി എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇതിൻ്റെ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങൾക്കൊക്കെ എന്നെ അസോസിയേറ്റ് ചെയ്യുന്നത് അവനാണ്. അവരൊക്കെ ആ ഒരു ഇതുകൊണ്ട് സഹായങ്ങൾ കൊണ്ടൊക്കെ യൂട്യൂബ് ചാനലിൽ തുടങ്ങുമ്പോൾ അതൊരു സ്വാമിയുടെ പേര് പ്രശസ്തി ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കർമ്മഭാവമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം, സ്വാമിയുടെ അനുഗ്രഹമൊക്കെ കിട്ടിയപ്പോൾ അത് വളർന്ന് ആദ്യം ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് ആദ്യം നിന്ന് പൂജ ചെയ്യാനും അത് നൈവേദ്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു കുറച്ച് സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് അതൊക്കെ വരുന്നവരുടെ, അപ്പോൾ ഓരോരുത്തരും വരുമ്പോൾ അയ്യോ തീരെ സൗകര്യം ഇല്ല അല്ലേ സ്വാമി, അപ്പം ഞങ്ങളെ കൊണ്ടാവുന്നത് ഇന്നത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ആവശ്യപ്രകാരം അത് വളർന്ന് അതൊരു ദർശിക്കാനുള്ള, സ്വാമിനെ നിന്ന് തൊഴാനുള്ള ഒരു സൗകര്യങ്ങൾ ആദ്യം ഏർപ്പാടാക്കി വന്നപ്പോൾ എന്തായി, ആൾക്കാർ വരുന്നവർ ഫാമിലിയൊക്കെ ആയിട്ട് അന്യദേശത്തു നിന്നൊക്കെ വരുന്നു. അതായത് തലേദിവസം തന്നെ ഇവിടെ വന്ന് കാലത്ത് പുലർച്ചയ്ക്ക് എത്തി. അവർ 3 പേര് 4 പേരുണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അതായത് പലപ്പോഴും പറ്റിയിട്ടുണ്ട്. അതായത് ഒരു ഫാമിലി വന്നിട്ട് ഒരു 4-5 പേരുണ്ടായിരുന്നു. കുട്ടികളൊക്കെ പുറത്ത് നിർത്തേണ്ടി വരിക, ഇവരായിട്ട് മാത്രം ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കുക. അങ്ങനെയൊക്കെ അവർക്കൊരു ഡിസ്റ്റർബൻസ്, മക്കളെ അങ്ങോട്ട് വാ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിഷമം എനിക്ക് മനസ്സിൽ തോന്നിക്കുമ്പോൾ തന്നെ അത് ഭക്തരെന്നെ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു സ്ഥലത്തിൻ്റെ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ മുന്നിലൊരു ചെറിയൊരു സ്ഥലം. ആദ്യം അത് അതിശയവും നിങ്ങൾക്ക്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളതാണ്. ഒരു 8 അടി സ്ഥലം, 8 അടി വീതിയിൽ ഒരു കാറ് പോലും മറിക്കാൻ പറ്റാത്തൊരു സ്ഥലം അവിടെ ഒരു കിടക്കുന്നുണ്ടായിരുന്നു. അത് വില കൊടുത്ത് വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ യൂട്യൂബിലല്ല വാട്സാപ്പിലൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് എനിക്കത് വാങ്ങിക്കാൻ സാധിച്ചു. സ്വാമിയുടെ പേരിൽ വാങ്ങിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് സ്വാമിയുടെക്ക് വേണ്ടിയിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റി. അതൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ സാമ്പത്തികമായിട്ട് എനിക്ക് വളരെ പ്രശ്നമായി. ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എനിക്ക് എന്താ ചെയ്യുക? അപ്പം നീ ഒരു കാര്യം ചെയ്യുക, നീ അത് വാട്സാപ്പിൽ തന്നെ ഇടുക, ആരെങ്കിലുമൊക്കെ സഹായിക്കുക, നീ അത് ഇതാവണ്ട, നിനക്കത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുള്ള സ്വാമി എനിക്കൊരു അനുഗ്രഹം പോലെ എനിക്കത് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് 1-2 വ്യക്തികളുടെ അടുത്ത് ഷെയർ ചെയ്തു. അതിൽ ദുബായിലുള്ള ജീവൻ എന്നാണ് എന്നെ ആദ്യം സഹായിച്ചത്. ഒരു 50,000 50,000 രൂപ തന്ന് എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രജിസ്ട്രേഷന് കാശ് തികയാണ്ട് വന്നപ്പോൾ ഒരു അരുൺ എന്നൊരാൾ, ഞാൻ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ സ്ഥലങ്ങൾ അവരെ വീട്ടും പേരൊന്നും പറയുന്നില്ല, അതൊക്കെ ഇനി അവർക്ക് നമ്മളായിട്ട് ഇനി ഒരു ഇതാവാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് അത് പറയാത്തത്. പബ്ലിഷ് ചെയ്യാനുള്ള അനുവാദം ഞാൻ ചോദിച്ചിട്ടില്ല. എന്നാലും ഇത് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ്. അരുൺ ജീവനാണ് എനിക്കൊരു 80,000 രൂപ അങ്ങനെ രജിസ്ട്രേഷൻ്റെ ഒരു തടസ്സം വന്നപ്പോൾ അതിനിടയിൽ ജീവൻ്റെ പൈസ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അതായത് പൈസ അയച്ചത് ഗൾഫിൽ നിന്നുള്ളൊരു ട്രാൻസാക്ഷൻ ആൾ വേഗം എത്താൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴി ചെയ്തു. അത് കൂടുതൽ പ്രശ്നങ്ങളായി, അത് വരാൻ നേരമേക്ക്. അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായി. അപ്പോൾ ഈ ഒരു പൈസയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ള ഒരാൾ എനിക്ക് 2 ദിവസം മുൻപ് ഒരു മെസ്സേജ് ഇട്ടു. സ്വാമി എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കടമായിട്ടാണ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഇതുണ്ട്, ഞാൻ സാവധാനം 2 തവണ 3 തവണയായിട്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ പൈസ തിരിച്ചു വേണ്ട, അത് സ്വാമി പ്രാർത്ഥനയായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ഒന്നും ഒരു എത്തുമ്പടി കിട്ടില്ല. ഞാൻ ആളോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് അതിൽ എനിക്ക്, അല്ലെങ്കിൽ നന്ദി പറയാതൊക്കെ അല്ലേ, ഇതൊന്നും നന്ദി പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല.
അതെനിക്കൊരു വലിയൊരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ സഹായമാണ്. ഇപ്പോൾ ഫിനാൻഷ്യലായിട്ട് വളരെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ ആദ്യമേ പറയാറുണ്ടല്ലോ, ഞാൻ ദക്ഷിണ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. എനിക്ക് വേറെ വരുമാനങ്ങളും ഇല്ല. എനിക്ക് പണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് കുടുംബജീവിതം അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കണോ എന്നല്ലാതെ ഞാൻ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം ജനങ്ങളോട് എനിക്ക് പറയണമെന്ന് ആഗ്രഹം തോന്നി. ഇത് നിങ്ങൾക്ക് തോന്നി ഇനി എന്ത് രീതിയിലാണ് നിങ്ങൾ എടുക്കുക എന്ന് എനിക്കറിയില്ലെങ്കിലും ആളോട് നന്ദി പറയണേക്കാളും ഉപരി ഞാൻ ആളോട് നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല, അതിന് ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റാറ്റസിൽ ഞാൻ ഒരാൾ വാട്സാപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, വളരെ ഉപകാരം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കത് ഇപ്പോൾ എനിക്ക് ഇന്ന് തോന്നുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടത് നന്ദിയേക്കാളും ഉപരി എനിക്കത് ജനങ്ങളിൽ അറിയിക്കണം. അത് ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ആ സഹായം ഞാനിതൊരു നന്ദിയിൽ അർപ്പിക്കുന്നില്ല. ഇതെനിക്ക് എന്താ ഞാൻ പറയുക, ഇതാണ് സ്വാമിയുടെ അനുഗ്രഹം. നമുക്ക് എന്ത് വേണമെങ്കിലും അത് സ്വാമി ശരിയാക്കി തരും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെയായിട്ട് ഇടാറില്ല. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇടാറില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇടാൻ നിൽക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ദിവസത്തിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് എങ്കിലും ഇടേണ്ടി വരും എൻ്റെ കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെ കണക്കാക്കാം. ഇതെനിക്ക് വലിയൊരു അനുഗ്രഹമായി. വിചാരിച്ച പണികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല കേട്ടോ. സാമ്പത്തിക പ്രശ്നം കാരണം കുറേശ്ശെയാണ് ചെയ്യണത്. ഇനിയിപ്പോൾ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിരുന്നല്ലാണ്ട് പെയിൻറ്റ് പണിയൊക്കെ അങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്തു പോകണം. കിട്ടുന്ന കാശിനനുസരിച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഈ ആഴ്ചയോട് കൂടിയിട്ട് അമാവാസി പൂജയോട് കൂടിയിട്ടൊക്കെ തീരുമെന്ന് വിചാരിക്കുന്നു. എന്നാലും തീരില്ല, എന്നാലും ബാലൻസ് നിൽക്കുക. അതൊക്കെ എനിക്ക് കുറച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ഇതെൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുക്കുക. നമ്മൾക്ക് എന്താണ് ആവശ്യം അത് സ്വാമിയോട് പറഞ്ഞാൽ മതി. സ്വാമി ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരും, ധനപരമായിട്ടും. അല്ലാണ്ട് ലോട്ടറി അടിക്കുക, നിധി കിട്ടുന്നതൊന്നല്ല. നമുക്കുള്ള അവസരങ്ങൾ ഒരുക്കി സ്വാമി നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുള്ളത് 100%. ഇതെൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെ എടുക്കുക. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വെറുതെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പേരും പ്രശസ്തിക്കും വേണ്ടി ഞാൻ പറയണതല്ല. ഇതെൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചു, അതെനിക്ക് ചെയ്തു തരാനായിട്ട് സ്വാമി എനിക്ക് വേണ്ടി ചെയ്തു തന്നു. എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു. ഇത് തന്ന് സഹായിച്ചിട്ടുള്ള ഇതിൻ്റെ ഒരുപാട് പേര് തന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേര് പറയാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. ഒരുപാട് പേര് 100 രൂപ, 101 രൂപ, 51 രൂപ വരെ അയച്ചു തന്നിട്ടുള്ളവരുണ്ട്. എല്ലാവരോടും ആ കടപ്പാട് എനിക്കുണ്ടായിരിക്കുന്നു. എൻ്റെ സ്വാമികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എപ്പോഴും നിങ്ങളുടെ പേരും നാളും കഴിച്ച് ഞാൻ പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.